നവകേരള സൃഷ്ടിക്ക് ആവശ്യമായ സഹായം സാധാരണ നിലക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കേണ്ടതാണ്. പക്ഷേ അത്തരം സഹായങ്ങൾ നമ്മുടെ മുൻ അനുഭവം വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഏറ്റവും ന്യായമായ കാര്യങ്ങൾക്കടക്കം സംസ്ഥാനത്തിന് അർഹതപ്പെട്ട കാര്യങ്ങളിൽ വേണ്ട സഹായം വേണ്ട രീതിയിൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നതാണ് നമ്മുടെ അനുഭവം. നമ്മുടെ വയനാട് ദുരന്തത്തിൻ്റെ കാര്യം, ചൂരൽമല മുണ്ടക്കൈ ദുരന്തം, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എല്ലാവരുടെയും മനസ്സിലുള്ളതാണ്. നമ്മോടൊപ്പം ദുരന്തം നേരിട്ട മറ്റൊട്ടേറെ സംസ്ഥാനങ്ങളുണ്ട്. എല്ലാ സംസ്ഥാനങ്ങൾക്കും മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സഹായം ലഭിച്ചു. നമുക്ക് മാത്രം സഹായമില്ല. നാം നേരിട്ട ദുരന്തം ഒരു ദുരന്തമായി പരിഗണിക്കാൻ പറ്റാത്ത ഒന്നാണോ? അതല്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ സഹായം മാത്രമില്ല, ആവശ്യമായ റിപ്പോർട്ടിനാണ് കാത്തു നിൽക്കുന്നത് എന്ന് നേരത്തെ പറയുകയുണ്ടായി. എന്നാൽ ഒരു റിപ്പോർട്ടുമില്ലാതെ തന്നെ മറ്റു പല സംസ്ഥാനങ്ങൾക്കും സഹായം നൽകുന്നത് നാം കണ്ടു. ഇവിടെയാണ് വിവേചനം കാണാൻ പറ്റുക. ഒരു നാടിനോട് എത്രമാത്രം ക്രൂരമായ വിവേചനം കാണിക്കുന്നു എന്നതാണ് അതിലൂടെ വ്യക്തമായത്. അതിനു മാത്രം എന്ത് പാതകമാണ് നാം ചെയ്തത്? ഇവിടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാഗമാണല്ലോ നമ്മുടെ സംസ്ഥാനം. ഇന്ത്യ രാജ്യത്തിന് അപമാനം വരുത്തി വെക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ ഇവരെ ഒരു സഹായവും നൽകി സഹായിക്കേണ്ടതില്ല എന്ന നിലപാട് ഇന്ത്യ ഗവൺമെൻറ് എടുത്തതാണോ? നമ്മുടെ നാട് ഇന്ത്യ എന്ന രാജ്യത്തിന് ഒട്ടേറെ അഭിമാനകരമായ നേട്ടങ്ങൾ നേടിക്കൊടുത്ത നാടാണ്. അത് ഇന്ത്യ ഗവൺമെൻറ്റിന് സമ്മതിക്കുന്നതാണ്. നമ്മുടെ രാജ്യത്തിലെ സംസ്ഥാനങ്ങളെടുത്താൽ ആ സംസ്ഥാനങ്ങളിൽ പല കാര്യങ്ങളിലും നമ്പർ 1 എന്ന നിലയാണ് കേരളത്തിനുള്ളത് എന്ന് അവരുടെ കേന്ദ്രത്തിൻ്റെ വിവിധ വിലയിരുത്തൽ സംവിധാനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. നീതി ആയോഗിൻ്റെ പലതരത്തിലുള്ള വിലയിരുത്തലുകൾ. എന്നിട്ടും ക്രൂരമായ അവഗണന. എന്തുകൊണ്ട്? അതാണ് നാം ചിന്തിക്കേണ്ടത്. ഒരു കേരള വിരുദ്ധ സമീപനം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നുണ്ടാകുന്നു. അത്തരമൊരു മനോഭാവം സാധാരണ ഗവൺമെൻറ്റിനുണ്ടാകേണ്ടതല്ല. ആ മനോഭാവം വരുന്നത് കേന്ദ്രത്തെ ഇന്ന് ഭരണ നേതൃത്വം വഹിക്കുന്ന BJPയുടെ മനോഭാവത്തിൽ നിന്നാണ്. BJPയുടെ ആ മനോഭാവത്തിന് അടിസ്ഥാനമായി മാറുന്നത് കേരളമെന്ന സംസ്ഥാനം BJPക്ക് അന്യമായി നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. BJPയെ കേരളം വേണ്ട രീതിയിൽ സ്വീകരിക്കുന്നില്ല. അത് സ്വാഭാവികമായി ഒരു പാർട്ടി എന്ന നിലക്ക് അവർക്ക് നിരാശയുണ്ടാക്കിയിട്ടുണ്ടാകാം. അതിന് കേരളത്തെയും കേരളത്തിലെ ജനങ്ങളെയും ശത്രുക്കളായി കണ്ടുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കാൻ പാടുണ്ടോ? നിർഭാഗ്യവശാൽ ആ നിലപാടാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ഇത് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തെ ഈ രീതിയിൽ അവഗണിക്കുമ്പോൾ നമ്മുടെ നാടിൻ്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ബാധ്യതപ്പെട്ട നമ്മുടെ നാടിൻ്റെ ഭാഗമായ മറ്റൊട്ടേറെ സംവിധാനങ്ങൾ ആ കടമ ശരിയായി നിർവഹിച്ചിട്ടുണ്ടോ? നിർവഹിക്കണ്ടേ? നമ്മളൊരു നാടല്ലേ? ഈ നാടിന് മുന്നോട്ട് പോകണ്ടേ?
പ്രതിസന്ധികളുണ്ടാകുമ്പോൾ ആ പ്രതിസന്ധികളിൽ നിന്ന് കരകയറണ്ടേ? അതിനാവശ്യമായ സഹായം കേന്ദ്ര ഗവൺമെൻറ്റിന് നൽകണ്ടേ? കേന്ദ്ര ഗവൺമെൻറ് അതിന് ബാധ്യതയില്ലേ? നിങ്ങൾക്ക് ആ ബാധ്യതയുണ്ട് എന്ന് പറയാൻ കേരളത്തിൻ്റെ ഭാഗമായുള്ള വിവിധ സംവിധാനങ്ങൾ തയ്യാറാകണ്ടേ? തയ്യാറായോ? നാം അനുഭവമുള്ളവരാണല്ലോ. കേരളത്തിലെ നമ്മുടെ നാടിൻ്റെ ഭാഗമായി നിൽക്കുന്ന വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷത്ത് അണിനിരന്നിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ് അത്തരം പ്രശ്നങ്ങളോട് സമീപനം സ്വീകരിച്ചത്? ഇപ്പോൾ മുണ്ടക്കൈ ചൂരൽമല പ്രശ്നത്തിൽ കേരളത്തിലെ UDF MP-മാരെല്ലാവരും കൂടി കേന്ദ്ര ഗവൺമെൻറ്റിനെ കാണുന്നതിനും കേന്ദ്ര ഗവൺമെൻറ് സമീപനത്തിൽ പ്രതിഷേധിക്കുന്നതിനും തയ്യാറായി എന്ന ഭാഗം കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അതൊരു ആരോഗ്യകരമായ മാറ്റം തന്നെയായിരുന്നു. പക്ഷേ UDF അതൊഴിച്ചുള്ള മറ്റെല്ലാ കാര്യങ്ങളിലും സ്വീകരിച്ച സമീപനം എന്താണ്? എല്ലാ ഘട്ടത്തിലും കേന്ദ്ര ഗവൺമെൻറ്റിനെ ന്യായീകരിക്കുന്ന സമീപനമായിരുന്നില്ലേ? കേരളത്തെ എങ്ങനെയൊക്കെ കുറ്റപ്പെടുത്താൻ കഴിയുമെന്നല്ലേ നോക്കിയിരുന്നത്? ഒരുപാട് ദുരന്തങ്ങൾ നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നല്ലോ. അതിനൊന്നിനും ആവശ്യമായ തോതിൽ സഹായം ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ഒരു സഹായവും ലഭിക്കാത്ത ഒരു സംസ്ഥാനമല്ലേ നമ്മുടേത്. ആ ഘട്ടത്തിലൊന്നും അതിനെതിരെ ശബ്ദിക്കാൻ തയ്യാറാകാത്ത കാഴ്ച നാം കണ്ടതാണല്ലോ.